ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ റൂട്ടിംഗ് ഹോർമോൺസിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. റൂട്ടിംഗ് ഹോർമോൺസ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മുല്ലക്കമ്പായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു റോസാപ്പൂവിൻ്റെ തണ്ടായിക്കോട്ടെ നമ്മൾ നട്ട് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ഒരു തണ്ട് നട്ട് വെച്ച് ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, വേര് പിടിക്കുന്നില്ല. ഇവിടെയാണ് നമ്മൾ റൂട്ടിംഗ് ഹോർമോൺസ് യൂസ് ചെയ്യുന്നത്. റൂട്ടിംഗ് ഹോർമോണിൽ ഏതെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോണിലും 20 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു തണ്ട് നടുവാണെങ്കിൽ 100% നമുക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഒരുപാട് വേര് ആ തണ്ടുകളിൽ ഉണ്ടായിരിക്കും. പക്ഷേ റൂട്ടിംഗ് ഹോർമോൺസിന് നല്ല വിലയുണ്ട് പുറത്ത്. 3 തരത്തിലുള്ള റൂട്ടിംഗ് ഹോർമോണുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ലിക്വിഡായിട്ടുള്ള റൂട്ടിംഗ് ഹോർമോൺ ഉണ്ട്, അല്ലെങ്കിൽ ജെൽ പരുവത്തിലുള്ള റൂട്ടിംഗ് ഹോർമോൺ ഉണ്ട്, പൗഡർ ഫോമിലുള്ള റൂട്ടിംഗ് ഹോർമോൺ ഉണ്ട്. ഇതിനൊക്കെ പുറത്ത് നല്ല വിലയാണ്. പക്ഷേ ഹോം മെയ്ഡായിട്ട് നമുക്ക് റൂട്ടിംഗ് ഹോർമോൺസ് കിട്ടും, നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വീട്ടിലേക്ക് അടുക്കളയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ തന്നെ ഒരുപാട് റൂട്ടിംഗ് ഹോർമോൺസ് അവിടെ തന്നെയുണ്ട്. അപ്പോൾ ഓരോന്ന് എന്താണെന്നൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കൂട്ടത്തിൽ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. ആദ്യത്തെ റൂട്ടിംഗ് ഹോർമോൺ ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന കഞ്ഞിവെള്ളമാണ് റൂട്ടിംഗ് ഹോർമോണായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. കഞ്ഞിവെള്ളം നല്ലൊരു ഫെർട്ടിലൈസർ പ്ലസ് പെസ്റ്റിസൈഡ് കൂടിയാണ്. കഞ്ഞിവെള്ളം 20 മിനിറ്റ്, കഞ്ഞിവെള്ളത്തിൽ 20 മിനിറ്റ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന തണ്ട് ഏതാണോ അത് 20 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് നടാവുന്നതാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഒരുപാട് വേരുകൾ ആ ഒരു തണ്ടിൽ കാണാനായിട്ട് സാധിക്കും. പുളിച്ച കഞ്ഞിവെള്ളത്തിൽ തണ്ട് മുക്കി വെച്ചാലും വളരെ നല്ലതാണ്. വലിയ റിസൾട്ട് തന്നെ ആ ഒരു പുളിച്ച കഞ്ഞിവെള്ളത്തിൽ തണ്ട് മുക്കി വെച്ചാലും കിട്ടുന്നതാണ്. അടുത്തത് അടുക്കളയിലുള്ളൊരു റൂട്ടിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ വിനാഗിരിയാണ്. നോർമലായിട്ടുള്ള വിനാഗിരി മാത്രമല്ല, ആപ്പിൾ സിട്രേറ്റ് വിനെഗറും ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 1 സ്പൂൺ വിനാഗിരി 1 കപ്പ് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അതിലെ തണ്ടുകളൊക്കെ നമുക്ക് ഡിപ്പ് ചെയ്ത് വെക്കാം 20 മിനിറ്റ്. അതിനുശേഷം നട്ട് കഴിഞ്ഞാൽ ഒരുപാട് വേരുകൾ ആ ഒരു ചെടിയിൽ, ആ ഒരു തണ്ടിൽ ഒരുപാടായിട്ട് ഉണ്ടായിരിക്കും. വിനാഗിരി ഒരു റൂട്ടിംഗ് ഹോർമോൺ കൂടിയല്ല, നല്ലൊരു ഫെർട്ടിലൈസർ കൂടിയാണ്. ഒരുപാട് പൂക്കൾ ഉണ്ടാകാനായിട്ട് വിനാഗിരി നല്ല രീതിയിൽ സഹായിക്കും. ഇനി ഈ പറയുന്നത് മിക്കവരുടെയും വീട്ടിലുള്ളൊരു കാര്യമാണ് തേൻ നല്ലൊരു ആൻറ്റി ഫംഗൽ, ആൻറ്റിസെപ്റ്റിക് കൂടിയാണ്, നല്ലൊരു റൂട്ടിംഗ് ഹോർമോൺ കൂടിയാണ്. ചെടികളെ ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് തേനെ സഹായിക്കും. തേൻ എങ്ങനെയാണ് ഒരു റൂട്ടിംഗ് ഹോർമോണായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 സ്പൂൺ തേൻ നല്ല ചൂടാറിയ വെള്ളത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഏത് തണ്ടാണോ നമ്മൾ വേര് പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആ തണ്ട് ഇതിലേക്ക് 20 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നമുക്ക് മണ്ണിലേക്ക് നടാം. 100% അതിൽ വേര് പിടിച്ച് കിട്ടും. ഈ മുല്ല, റോസ, ചെമന്തി ഇതുപോലെയുള്ള ചെടികൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് തേന്. ഇനി അടുത്തത് തേങ്ങാവെള്ളമാണ്. തേങ്ങാവെള്ളം നല്ലൊരു ഫെർട്ടിലൈസർ പ്ലസ് ഒരു പെസ്റ്റിസൈഡ് കൂടിയാണ്. പുളിപ്പിച്ച തേങ്ങാവെള്ളം നമ്മൾ പച്ചക്കറിയൊക്കെ നൽകുന്ന പ്ലാന്റ്സിൽ തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കീടങ്ങളൊക്കെ ഒഴിവാകാനായിട്ട് അത് വളരെ സഹായിക്കും. പെസ്റ്റിസൈഡിനുപരി നല്ലൊരു റൂട്ടിംഗ് ഹോർമോൺ കൂടിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തണ്ട് ഈ ഒരു വെള്ളത്തിൽ, അതായത് കരിക്ക് വെള്ളത്തിലോ അല്ലെങ്കിൽ തേങ്ങാ വെള്ളത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള വെള്ളത്തിൽ നമ്മളത് ഡിപ്പ് ചെയ്ത് വെച്ച് 20 മിനിറ്റിന് ശേഷം നട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വേരുകൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിൽ ഫോം ആകുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് കറുകാപ്പട്ടയുടെ പൊടിയാണ്. കറുകാപ്പട്ട പൊടി ഒരു സ്പൂൺ ചെറിയൊരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ചൂടാറിയതിന് ശേഷം വേണം മിക്സ് ചെയ്തതിന് ശേഷം ഏത് തണ്ടാണോ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ തണ്ട് 20 മിനിറ്റ് ഇതിൽ ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നട്ട് കഴിഞ്ഞാൽ വേഗം തന്നെ വേര് പിടിക്കുന്നതാണ്. ഓർക്കിഡ് പോലെയുള്ള ചെടികൾ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു കറുകാപ്പട്ടയുടെ പൊടി വളരെ യൂസ് ചെയ്യും. അതുമാത്രമല്ല ഒരു ആൻറ്റി ഫംഗൽ, ആൻറ്റിസെപ്റ്റിക് കൂടിയാണ് കറുകാപ്പട്ട.
ഇനി എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നാണ് നമ്മുടെ കറ്റാർ വാഴ. കറ്റാർ വാഴയെക്കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. മുഖത്തിൻ്റെ സൗന്ദര്യത്തിനും മുടിയുടെ അഴകിനും ദന്തശുദ്ധീകരണത്തിനും ഒക്കെ വളരെ നല്ലതാണ് കറ്റാർ വാഴ. എല്ലാത്തിനും ഉപരി നല്ലൊരു റൂട്ടിംഗ് ഹോർമോൺ കൂടിയാണ് കറ്റാർ വാഴ. കറ്റാർ വാഴയിൽ നല്ല രീതിയിൽ കറ്റാർ വാഴയുടെ ഒരു തണ്ട് അല്ലെങ്കിൽ ഒരു പോള മാത്രം മതി നമുക്ക് റൂട്ടിംഗ് ഹോർമോണായിട്ട് യൂസ് ചെയ്യാനായിട്ട്. അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം മിക്സിയിൽ നല്ല രീതിയിൽ അടിച്ചെടുക്കുക. ഈ ജ്യൂസാണ് നമ്മൾ റൂട്ടിംഗ് ഹോർമോണായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ ഏത് തണ്ടാണോ നമ്മൾ മുക്കി വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഡിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു തണ്ട് ഇതിലേക്ക് 20 മിനിറ്റ് ഡിപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് മണ്ണിലേക്ക് നടാവുന്നതാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്കതിൽ വേര് പിടിച്ച് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ജെൽ ഫോമിലുള്ള റൂട്ടിംഗ് ഹോർമോൺസിന് ഉദാഹരണവും കൂടിയാണ് നമ്മുടെ ഈ അലോവേര എന്ന് പറയുന്നത്. ഇനി എല്ലാവരും ഞെട്ടാനായിട്ടൊന്ന് തയ്യാറായിട്ടിരുന്നു. നമുക്കിതൊന്നും കിട്ടിയില്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ സലൈവ, അതായത് ഉമിനീര് ഒരു റൂട്ടിംഗ് ഹോർമോണായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്. വേഗം തന്നെ വേര് പിടിച്ച് കിട്ടും. എല്ലാവരും ഇപ്പോൾ ഒന്ന് ഞെട്ടിയില്ലേ? ഞാനും ഇതൊന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് ഞെട്ടിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. വീഡിയോ ഈ രീതിയിലാണെന്ന് കരുതി ലൈക്ക് ചെയ്യാതിരിക്കരുത് പ്ലീസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം.